വടക്കേക്കര ഗവൺമെന്റ് മുഹമ്മദൻ LP സ്കൂളിൽ ഫ്ലോറ മെഡിക്കെയറിന്റെ സഹകരണത്തോടെ കുട്ടികളിലെ ദന്തരോഗങ്ങളെപ്പറ്റി ബോധവൽക്കരണ ക്ലാസും പരിശോധന ക്യാമ്പും നടത്തി. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സന്തോഷം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിരിക്കും. നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ദന്ത സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ക്യാമ്പ്. തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ പല്ലുകളുടെ ഓരോ കുട്ടികളുടെയും പല്ലുകളുടെ ഇനാമലുകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് മിഠായികളും മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കുന്നവരാണ്. ശരിയായ രീതിയിൽ മിഠായി മധുരം കഴിച്ചതിന് ശേഷം വായ കഴുകുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ശ്രദ്ധിച്ച് വരുന്നൊരു കൂട്ടത്തിലല്ല. അതുപോലെ ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തായാലും തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കി പോകേണ്ടതുണ്ട്. പ്രായമാകുമ്പോഴേക്കും നമ്മുടെ പല്ല് നല്ല രീതിയിൽ നമുക്ക് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുകയാണ് ഏറ്റവും ഉത്തമം നമ്മുടെ ദന്തനം ശരിയാകുന്നതിനുമെല്ലാമായിട്ട്. അപ്പോൾ അത്തരത്തിലേക്ക് നമുക്ക് തുടർച്ചയിലേക്ക് നമ്മുടെ പല്ല് ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഈ ക്യാമ്പ് നടത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ ഈ 11-ാം വാർഡ് അതുപോലെ തന്നെ ചിറ്റാറ്റുകര പഞ്ചായത്തിൻ്റെ അടുത്ത പ്രദേശങ്ങളിലുള്ള വാർഡുകളിലുള്ള ആളുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് ഇവിടെ നടത്തുന്നത്. ഏകദേശം 100ഓളം പേർക്ക് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലാണ് ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഏറ്റവും ഫലപ്രദമായി മുന്നിലേക്ക് എത്തിക്കുന്നതിനായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടവരെന്തായാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് നമ്മുടെ കുഞ്ഞുമക്കളും രക്ഷിതാക്കളും എല്ലാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ദന്ത സംരക്ഷണം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്തായാലും ഇവിടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പുമായി സഹകരിച്ച് ഇവിടെ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് സ്കൂളിൽ വന്നിരുന്നിട്ടൊരു ക്യാമ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഡോക്ടേഴ്സും പ്രത്യേകം അഭിനന്ദനങ്ങൾ നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പിൻ്റെ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും ശിശു ദന്തരോഗ വിദഗ്ധയുമായ ഡോക്ടർ ജോയൽ മാത്യു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഫ്ലോറ മെഡിക്കെയർ പോളിക്ലിനിക് ആയിട്ട് ഞാനിപ്പോൾ ഒരു 3 ഇയേഴ്സിൻ്റെ അടുത്തായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ രണ്ടുപേർക്ക് ഒരു വ്യത്യാസം ഞാൻ പറയാം. ഇവിടെയുള്ള ആളുകൾ കുറേ കൂടി അവരുടെ കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നുണ്ട്. ഞാൻ സൺഡേസ് അവിടെ സർവീസ് കൊടുക്കുന്നതാണ്. നിങ്ങൾ ഉറപ്പായിട്ട് കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റിന് അവിടെ കൊണ്ടുവരേണ്ടതാണ്. അതുകൂടാണ്ട് ഇന്ന് ഈ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഇവിടെ വടക്കേക്കര LP സ്കൂളിലെ PTA മെമ്പേഴ്സിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രശ്മി, താങ്ക് യു. പിന്നെ ഫയർ ഡോക്ടർ മിസ്റ്റർ ഗോകുൽ, ഇതിൻ്റെ പിന്നണിയിൽ നിന്ന് ബാക്കി എല്ലാ പ്രവർത്തകർക്കും, പിന്നെ എൻ്റെ പേഷ്യൻസ് ആയിട്ട് വന്ന നയന കമീനയുടെ ഫാദറാണിത്. പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കുട്ടികളുടെ കാര്യങ്ങളെ പറ്റിയിട്ട് കുറച്ചുകൂടി ഒരു ബോധവൽക്കരണം ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണം. SMC ചെയർമാൻ EM നായിബ് അധ്യക്ഷനായി. ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മൾ ക്യാമ്പിലേക്ക് സ്കൂളിൻ്റെ ക്യാമ്പിലേക്ക് ചിന്തിച്ചത്. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. ഡോക്ടർ ജോയൽ തന്നെ എൻ്റെ നേതൃത്വം ഡോക്ടർ ഫയാസ് അതേപോലെ എൻ്റെ സുഹൃത്തുക്കൂടിയാണ്. ഫ്ലോറ മെഡിക്കൽ സെൻ്റർ നടത്തുന്ന വളരെ മാതൃകാപരമായി പോകുന്ന ഒരു ആരോഗ്യാലയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളെ കാണാം, അതേപോലെ കാണിക്കുക. അപ്പോൾ തന്നെ നിർദ്ദേശമായിട്ട് ഞങ്ങളൊന്നും സംരക്ഷണത്തെ കുറിച്ച് വലിയ ബോധവാന്മാരല്ല. പക്ഷേ യുവജനങ്ങളുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു മേഖലയാണ് ദന്ത സംരക്ഷണം. ഈ ദന്ത സംരക്ഷണവും അതിൻ്റെ ഒരു ഭംഗിയും ഒരു പേഴ്സണാലിറ്റിയിൽ തന്നെ നിശ്ചയിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശാസ്ത്രീയമായി തന്നെ നമ്മുടെ കുട്ടികളെ അതിനുള്ള ഒരു ഡയറക്ഷൻ ഡോക്ടർമാരെ സ്വീകരിച്ച് വേണ്ട കളക്റ്റീവ് മെത്തേഡ്സ് ഡോക്ടർമാരുണ്ട്. വേറെ പരമ്പരാഗതമായ രീതിയിലേക്കൊന്നും കടക്കുന്നില്ല ഉദ്ഘാടനം ചെയ്യുന്നതിന്. ഡോക്ടർ ഫയാസ് അബ്ദുൽ ഹമീദ്, ഡോക്ടർ റിസ്വി അലി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രത്നൻ, മെമ്പർ നികിത ജോബി, പ്രധാനാധ്യാപിക NK മഹേശ്വരി എന്നിവർ സംസാരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.
Thank you.